ഹായ്, നമ്മളിന്ന് വാഴപ്പിണ്ടി തോരനാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് വാഴപ്പിണ്ടി കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നിറയെ നൂലുണ്ട്. നമ്മളിത് വാഴപ്പിണ്ടി ചെറിയ പീസാക്കി കട്ടിംഗ് ബോർഡിൽ വെച്ച് കട്ട് ചെയ്തിട്ട് ഈ നൂലെല്ലാം കൈകൊണ്ടിങ്ങനെ കറക്കിയെടുക്കുക. എല്ലാ പീസും ഇതുപോലെ തന്നെ ചെയ്യുക. ലാസ്റ്റ് ഇതിനകത്തെ വലിയ പീസുകൾ വീണ്ടും ഒന്നുകൂടെ നമ്മൾ കട്ട് ചെയ്തിട്ട് കൈകൊണ്ടിങ്ങനെ നൂല് കറക്കിയെടുക്കുക. അങ്ങനെ വാഴപ്പിണ്ടിയെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം വേണം ഇത് അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പം നമുക്കിത് കൊത്തി അരിയാൻ സാധിക്കത്തില്ല, ചെറിയ പീസായതുകൊണ്ട് കട്ടിംഗ് ബോർഡിൽ വെച്ച് തന്നെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിനകത്ത് നിറയെ നൂലാണ്. വിരലിനിങ്ങനെ കറക്കി എടുത്താൽ മതിയാവും, ചെറിയ ചെറിയ പീസാക്കിയിട്ട്. അങ്ങനെ വാഴപ്പിണ്ടി എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിതിന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് അരിഞ്ഞെടുക്കാൻ കുറച്ച് പ്രയാസമാണെങ്കിലും ഇത് വളരെ ടേസ്റ്റാണ് ഉണ്ടാക്കിയാൽ. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ചെറുപയർ പുഴുങ്ങിയത് ആവശ്യമുണ്ട്. അപ്പോൾ ചെറുപയർ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. വൻപയറാണ് ഇതിന് ഏറ്റവും നല്ലത് തോരൻ വയ്ക്കാനായിട്ട്. ഈ വലിയ പീസൊക്കെ നമ്മൾ ഒന്നുകൂടെ കട്ട് ചെയ്തിട്ട് നാര് എടുത്ത് കളയുക. മുഴുവൻ വാഴപ്പിണ്ടിയും ഈ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ അടുപ്പിലൊരു ചട്ടി വയ്ക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കടുക് വറക്കാനായിട്ട്. അപ്പോൾ ഇത് വാഴപ്പിണ്ടി അരിഞ്ഞതാണ്, ഇത് പയർ പുഴുങ്ങിയതാണ്, ഇതിനുള്ള അരപ്പാണ് തേങ്ങ, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, പിന്നെ കടുക് വറക്കാനുള്ള വറ്റൽമുളക്, കടുക്. ചട്ടിയിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കടുക് വറക്കാനായിട്ട്. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചട്ടി ആയതിനാൽ നമുക്ക് ചൂടായി കിട്ടാൻ താമസമാണ്. കടുക് ഒന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് വറ്റൽമുളക്, കറിവേപ്പില എന്നിവ ഇട്ട് കൊടുക്കണം. ഈ വാഴപ്പിണ്ടി നമ്മൾ കുറച്ച് നേരം വെച്ചിരുന്നാൽ കറുത്തു പോകും. അതുകൊണ്ട് ഞാൻ മോരും വെള്ളത്തിലാണ് ഇട്ട് വെച്ചിരുന്നത്. മോരും വെള്ളത്തിലിട്ട് വെച്ചാൽ കറക്കില്ല. എന്നിട്ട് നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. ഇതിലേക്ക് ഇനി വറ്റൽമുളക്, കറിവേപ്പില ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മോരും വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് പിഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും വേണമെങ്കിൽ പച്ചവെള്ളത്തിൽ കഴുകിയെടുക്കാം. ഇനി കടുക് വറുത്തതിന് ശേഷം വാഴപ്പിണ്ടി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. നന്നായിട്ട് യോജിപ്പിച്ചിട്ട് അതിലേക്ക് നമ്മൾ പയർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുവരെ നമ്മൾ ഉപ്പൊന്നും ഇട്ടിട്ടില്ല. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ്, തേങ്ങ, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് 1/4 കപ്പ് വെള്ളം, ആ അരച്ച കപ്പിൽ തന്നെ അരപ്പിരുന്ന കപ്പിൽ തന്നെ മതി, 1/4 കപ്പ് വെള്ളം മതിയാവും. ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് നമ്മൾ അടച്ചു വയ്ക്കുക. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. ചെറിയ തീയിലിട്ടാൽ മതിയാവും. അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല, 1/4 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. അത് വാഴപ്പിണ്ടി ആയതുകൊണ്ട് ചെറിയൊരു വേവുള്ളതുകൊണ്ട്. ഇപ്പോൾ അതൊരുവിധമൊക്കെ വെന്തിട്ടുണ്ട്. നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കണം. ഉപ്പ് കുറവെങ്കിൽ വീണ്ടും ഉപ്പിട്ട് കൊടുക്കണം. തീ കൂട്ടിയിടരുത്, ചെറിയ തീയിലേ വേവിക്കാവൂ. ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് വീണ്ടും ചെറിയ തീയിലത് വേവാനായിട്ട് വയ്ക്കുക. ഈ വാഴപ്പിണ്ടി അരിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ഇത് വാഴപ്പിണ്ടി തോരൻ വളരെ ടേസ്റ്റാണ്. ഇനി നമ്മൾ വീണ്ടും അടച്ച് വെച്ച് ഒന്നുകൂടെ ഒന്ന് ആവി കയറ്റിയിട്ട്, ഇപ്പോൾ ഇത് ഏകദേശം വെന്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇപ്പോൾ നമ്മുടെ വാഴപ്പിണ്ടി എല്ലാം തോരൻ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇപ്പോൾ നമ്മുടെ വാഴപ്പിണ്ടി തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്.